നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്കും കുട്ടിക്കാലം മുതലുള്ള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ സുപരിചിതനായി മാറിയ ആളാണ് കിച്ചു സുധി. അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ മകനാണ് കിച്ചു. അടുത്തിടെ രേണു സുധിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ അടക്കം അകപ്പെട്ട കിച്ചു ഇപ്പോൾ തന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം തന്റേതായ സന്തോഷവും ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തദവസരത്തിൽ കിച്ചുവിനൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവച്ചുകൊണ്ട് താടിയും പൊട്ടും എന്ന യൂട്യൂബ് വ്ലോഗിന്റെ സാരഥികളായ വിശാഖം തീർത്ഥയും എത്തിയിരിക്കുകയാണ്. ഇരുട്ട് എത്ര കനത്താലും ഒരു സൂര്യോദയം അതിനെ മാറ്റിമറിക്കും. വീഴുമ്പോൾ കൈപിടിക്കുവാനും വിജയിക്കുമ്പോൾ കൈയടിക്കുവാനും ഞങ്ങൾ എന്നും നിന്റെ കൂടെ ഉണ്ടാകും എന്ന് കുറിച്ചുകൊണ്ടാണ് താടിയും പൊട്ടും കിച്ചുവിനോടൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത്. ഇവർക്കൊപ്പം നിറച്ചിരികളോടെ ഇരിക്കുന്ന കിച്ചുവിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സന്തോഷത്തോടെ ഇരിക്കുന്ന കിച്ചുവിനെ കണ്ടതോടെ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ സ്നേഹത്തോടെ നിറഞ്ഞ കമന്റുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കിച്ചുമോനെ, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. നല്ലൊരു മോനാണ്. തെറ്റുകൾ സംഭവിക്കാത്തവർ ആരുമില്ല. അത് മനസ്സിലാക്കി തെറ്റിത്തിരുത്തി ജീവിക്കുക എന്നത് വലിയ കാര്യമാണ്. അവൻ ഉയരങ്ങളിൽ എത്തും. എല്ലാവരുടെ പ്രാർത്ഥനകളും കൂടെയുണ്ട്. ഇങ്ങനെ ഒരു കുടുംബത്തെ കിട്ടിയത് കിച്ചു നിന്റെ വലിയ അനുഗ്രഹമാണ്. ദൈവം നിങ്ങൾക്ക് എന്നും നന്മ വരുത്തട്ടെ. പാവം ആ കുട്ടിയെ ചേർത്ത് പിടിക്കുവാൻ കാണിക്കുന്ന വലിയ മനസ്സിന് ദൈവം കൃപ ചെയ്യട്ടെ എന്നിങ്ങനെ പോകുന്നു കമന്റുകളെല്ലാം. ആരെന്ത് പറഞ്ഞാലും രേണു സുധിയെ പോയി കാണുമെന്ന് പറഞ്ഞ് കിച്ചുവിനെ ഉപദേശിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. കൊല്ലം സുധിയുടെ മരണശേഷം ജീവിതം അടിമുടി മാറിയവരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ കിച്ചുവായിരുന്നു. അമ്മയ്ക്ക് പിന്നാലെ അച്ഛനും നഷ്ടമായതോടെ ആകെ ഒരു ശൂന്യതയായിരുന്നു കുറച്ചുകാലം കിച്ചുവിന്റെ ലൈഫ്. പിന്നീട് സുധിയുടെ അമ്മയുടെ അടുത്ത് തണൽ ലഭിച്ചതോടെയാണ് കിച്ചു പഠിക്കുവാനും ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തു വരുവാനും തുടങ്ങിയത്. ഇന്ന് സ്വന്തമായ ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള പരിശ്രമത്തിലാണ് കിച്ചു. പഠനത്തോടൊപ്പം ബിസിനസ്സും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നീ നിലകളിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുവാൻ കിച്ചു പരിശ്രമിക്കുന്നുണ്ട്. യൂട്യൂബ് ചാനൽ വഴിയും ഇൻഫ്ലുവൻസറായുമെല്ലാം നല്ലൊരു വരുമാനം കിച്ചുവിന് ലഭിക്കുന്നുമുണ്ട്. സുധിയുടെ തറവാട് കൊല്ലത്താണ്. അമ്മയും മൂത്ത സഹോദരനും കുടുംബവും അവിടെയാണ് താമസിക്കുന്നത്. സുധി ജീവിച്ചിരുന്ന കാലത്തോ മരിച്ച ശേഷമോ ഒരിക്കൽ പോലും ആരെയും വിമർശിച്ചോ കുറ്റപ്പെടുത്തിയോ സുധിയുടെ ബന്ധുക്കൾ ആരും തന്നെ രംഗത്ത് വന്നിട്ടില്ല. എന്നാൽ കിച്ചുമോനെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നു, കുറ്റപ്പെടുത്തുന്നുവെന്ന് മനസ്സിലായതോടെ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് സുധിയുടെ അമ്മ. കിച്ചു തങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവനാണ് എന്ന് അമ്മ പറയുന്നുണ്ട്. തന്റെ മൂത്ത മകൻ എത്ര കരുതലോടെയാണ് കിച്ചുവിനെ നോക്കുന്നത്, സ്നേഹിക്കുന്നതെന്നും സുധിയുടെ അമ്മ വെളിപ്പെടുത്തുന്നുണ്ട്. MDG വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് സുധിയുടെ അമ്മയുടെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. സുധിയുടെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. രാവിലെ സുധിയുടെ ഭാര്യ ഡാൻസിന് പോകും. സുധി മിമിക്രി അവതരിപ്പിക്കുവാനും പോകുമായിരുന്നു. കുഞ്ഞിനെ നോക്കാൻ ആളുണ്ടായിരുന്നില്ല. അവൾ കുഞ്ഞിനെ ഒപ്പം കൊണ്ടുപോകുമായിരുന്നില്ല. സുധി കുഞ്ഞിനെയും കൂടെ കൂട്ടി തുടങ്ങുമായിരുന്നു. കുഞ്ഞുമായാണ് അവൻ പ്രോഗ്രാമിന് പോകുന്നതെന്നും സ്റ്റേജിന് പിറകിലാണ് കിടത്തുന്നതെന്നും അറിഞ്ഞപ്പോൾ അവനോട് കുഞ്ഞിനെ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കിച്ചുവിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. കിച്ചുവിനെ എല്ലായിടത്തും സ്വന്തം മോൻ എന്ന് പറഞ്ഞാണ് എന്റെ മൂത്ത മകൻ കൊണ്ടു നടക്കുന്നത്. അവന്റെ മക്കൾ കിച്ചുവെ ആങ്ങളെ പോലെയാണ് കാണുന്നതെന്നും അമ്മ പറയുന്നുണ്ട്. അമ്മയുടെ സ്നേഹം കിട്ടാത്ത വളർന്ന മകനാണ് കിച്ചു. എല്ലായിടത്തും കുഞ്ഞിനെയും കൊണ്ട് സുധി പോയിരുന്നു. പിന്നീടാണ് രേണു സുധി ജീവിതത്തിലേക്ക് വരുന്നത്. അതോടെ കിച്ചുവിന്റെയും സുധിയുടെയും ജീവിതം ആകെ മാറി മറിയുകയായിരുന്നു. രേണുവിന് കിച്ചുവിനോട് വളരെയധികം സ്നേഹമായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ സ്നേഹവും ഇരുവരും തമ്മിലുള്ള അടുപ്പവും കണ്ടാണ് രേണുവിനെ സുധി വിവാഹം ചെയ്യാൻ പോലും തീരുമാനിച്ചത്. എന്നാൽ രേണു വിവാഹശേഷം മുൻപുള്ളത് പോലെയല്ല പെരുമാറിയിരുന്നതെന്നും അച്ഛനോട് സ്വതന്ത്രനായി ഇടപെടുവാനും പെരുമാറുവാനോ സ്നേഹിക്കുവാനോ തനിക്ക് കഴിഞ്ഞിരുന്നില്ലെന്നും കിച്ചു തന്നെ അടുത്തിടെ വെളിപ്പെടുത്തുകയുണ്ടായി. രേണു സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ച ശേഷം കിച്ചു രേണുവുമായി അകൽച്ചയിലായിരുന്നു. ക്യാൻസർ രോഗം ബാധിച്ച് രേണു കിടപ്പിലായ ശേഷം കോട്ടയത്തെ സുധിനിലയത്തിൽ രേണുവിനെ കാണാനായി കിച്ചു പോവുകയുണ്ടായി. എന്നാൽ അന്ന് രേണു ആശുപത്രിയിലായിരുന്നതിനാൽ കിച്ചുവിനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അനിയ ഋതുവിനൊപ്പം കുറച്ചു സമയം ചെലവഴിച്ച ശേഷം മടങ്ങി വരികയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ താൻ മരിച്ചാൽ പോലും കിച്ചു തന്നെ കാണാൻ വരരുത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം രേണു സുധി പ്രതികരിച്ചത്. സബ്സ്ക്രിപ്ഷൻ രേണു പങ്കുവച്ച വീഡിയോകൾ തന്നെ വിഷമിപ്പിച്ചുവെന്ന് കിച്ചു തുറന്നു പറഞ്ഞതിന് പിന്നാലെയായിരുന്നു രേണു കിച്ചുവിന് എതിരെ രംഗത്തെത്തിയത്. സ്ഥാനാർബുദം ബാധിച്ച് കഴിഞ്ഞ ഒരു മാസമായ ചികിത്സയിലാണ് രേണു. 6 കീമോയും 1 സർജറിയുമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം ആക്റ്റീവായി വീഡിയോകൾ ചെയ്യുന്നുവെന്നതിനാൽ രേണു സുധിക്ക് അർബുദമില്ലെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരണങ്ങളും നടക്കുന്നുണ്ട്.